പ്രിയരെ, ദീപം ബൈബിൾ പഠനത്തിൽ 4 സുവിശേഷങ്ങളും ഒരുമിച്ചാണ് നാം പഠിച്ചത്. നസറേത്തിലെ യേശു ഈ പഠനത്തിലൂടെ സുവിശേഷങ്ങളുടെ പഠനം സമാപിക്കുകയാണ്. സുവിശേഷങ്ങൾ 1-ാം ഭാഗത്തിലും ഓശാന മുതൽ ഉയർപ്പ് വരെ എന്നീ അവസാന ഭാഗത്തിലും ചില വസ്തുതകൾ പരാമർശിച്ചിരുന്നില്ല. ഈ പഠനത്തിലൂടെ അവ കൂടി ഉൾപ്പെടുത്തി സുവിശേഷങ്ങളുടെ പഠനം സമാപിക്കുന്നു. യേശുവിൻ്റെ ജീവചരിത്രം പൂർണ്ണമായി വേദപുസ്തകത്തിലില്ലല്ലോ. എന്നാൽ അപ്പോക്രീഫയും അക്കാലത്തെ ചിത്രകഥകളും റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രവും നിരവധി കാര്യങ്ങൾ കണ്ടെത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. അതിനാൽ ചരിത്രകാരന്മാർ യേശുവിനെ പൂർണ്ണമായി കണ്ടെത്തുവാൻ തിബേരിയസ് ചക്രവർത്തി മുതൽ പീലാത്തോസ് വരെയുള്ളവരുടെ പിറകെ പോയി അന്വേഷിച്ചു. അവരെയും ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മതസംസ്കാരത്തിൻ്റെ ചിന്താസരണി മനുഷ്യന് ചരിത്രത്തിൽ ഇക്കാലത്ത് ദൃശ്യമാണ്. ഒരു പരിധിവരെ യഹൂദമതവും, എന്നാൽ ഇതര മതങ്ങളും ഏതാണ്ട് പൂർണ്ണമായും ഇവയുടെ ആരംഭ മിത്തുകളിൽ നിന്നാണല്ലോ. പണ്ഡിത ലോകം ഇത് സമ്മതിക്കുന്നുമുണ്ട്. മനുഷ്യന് മിത്തുകളുമായി ബന്ധപ്പെടുന്ന നൂലിഴകൾ പ്രകടിപ്പിക്കുന്നത് മിത്തുകളിൽ മതത്തിൻ്റെ വേരുകൾ പടർന്നിരുന്നു എന്നതാണ്. പുരാതന കാലത്തെ അസീറിയൻ, ബാബിലോണിയൻ മിത്തുകൾ ഈജിപ്റ്റ്, ഗ്രീക്ക് സമൂഹത്തിൻ്റെ മതം രൂപപ്പെടുത്തി. ഒളിമ്പസ് പർവ്വതനിരകളിൽ അധിവസിച്ചിരുന്ന ഗ്രീക്ക് ദൈവങ്ങളുടെ ഉത്ഭവം അന്വേഷിച്ച ജാസ്പർ ഗ്രിഫിൻ ചെന്നെത്തിയത് സുമേരിയൻ സംസ്കാരത്തിൻ്റെ കിടപ്പറയിലാണ്. ഇവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലെ എപ്പിക്യൂറിയൻ, സ്റ്റോയിക് മതസങ്കല്പങ്ങൾക്ക് മുന്നിൽ സെന്റ് പോൾ ക്രിസ്തുവിനെ അവതരിപ്പിച്ചു. എന്നാൽ ബൈബിൾ വിവരിക്കുന്ന നോഹിൻ്റെ കാലത്തെ മഹാപ്രളയത്തിനു ശേഷം മിത്തോളജിയിൽ കാലം അറ്റകുറ്റപ്പണികൾ നടത്തി. പാരമ്പര്യം, ആചാരം, വിശ്വാസങ്ങൾ ഇവയൊക്കെ ഉൾപ്പെട്ടതായി മതം. ഇവയൊന്നും മതചരിത്രത്തിൽ നിന്ന് പറിച്ചെടുക്കാനോ പിടിച്ചു മാറ്റാനോ കഴിയുകയില്ലല്ലോ. ഈ വിധം നിലകൊണ്ട സംസ്കാരങ്ങളുടെ ക്രയവിക്രയകാലത്ത് ജനിച്ച ദൈവപുത്രനായ യേശുവിൻ്റെ പേരിലാണ് ഇന്ന് ലോകത്തിലെ പ്രധാന മതം അറിയപ്പെടുന്നത്, ക്രിസ്തുമതം. യേശുവിൻ്റെ കഥയുടെ ആരംഭം തേടിയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തുടങ്ങണം. സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വൃന്ദം മാലാഖമാരുടെ പതനം, ദൈവത്തിലുണ്ടാക്കിയ ചിന്തയാണ് മനുഷ്യ സൃഷ്ടി. ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതിയെ പരാജയപ്പെടുത്തി മനുഷ്യന് പറുദീസയും നഷ്ടമായ അവസരത്തിൽ തൻ്റെ സ്വന്തമെന്ന് ദൈവം അവകാശപ്പെട്ട ആദിമനുഷ്യൻ്റെ തലമുറകളെ ശാശ്വതമായി തിന്മയുടെ ലോകത്തു നിന്നും മോചിപ്പിക്കുന്ന ദൈവപദ്ധതി. ഈ മഹാസംഭവമാണ് ക്രിസ്തുമതത്തിൻ്റെ കേന്ദ്ര തത്വമായ മനുഷ്യാവതാരം. ഏദൻ തോട്ടത്തിലെ വാസനഷ്ടമായ ആദിമനുഷ്യന് ദൈവത്തിൻ്റെ സങ്കല്പത്തിലെ വ്യക്തിത്വം നഷ്ടമാകുന്നു. ഗ്രീക്ക് ഭാഷയിൽ ഹമറേഷ്യ നഷ്ടമായി. ദൈവത്തിൻ്റെ സ്വന്തം മനുഷ്യൻ എതിർശക്തിയുടെ പങ്കുകാരനായി. ഭൂമിയിലെ വാസത്തിൽ ഭൂമിയിൽ 2 ലോകങ്ങൾ സംജാതമായി. നന്മയുടെ ലോകം, തിന്മയുടെ ലോകം. തിന്മയുടെ ലോകത്തു നിന്നും മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ തൻ്റെ എതിരാളിയുടെ ബുദ്ധിയെ പരാജയപ്പെടുത്തുന്ന പദ്ധതി ദൈവം കണ്ടെത്തി. പാപമില്ലാതെ, മറുചോദ്യമില്ലാതെ, അനുസരണത്തോടെ, വിശ്വസ്തയോടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുന്ന ദൈവപുത്ര സങ്കല്പം ലോകത്തിന് ലഭ്യമായി. ഒരു ഇറ്റാലിയൻ കഥയോടെ നമുക്ക് ഈ പഠനത്തിൻ്റെ ആമുഖം അവസാനിപ്പിക്കാം. കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവം സ്വർഗവാസികളെ മുഴുവൻ വിളിച്ചുകൂട്ടി. ദൈവം തൻ്റെ ആഗ്രഹമറിയിച്ചു. അങ്ങു താഴെ ഭൂമിയിൽ ചെന്ന് ആരാണ് മനുഷ്യനെ മോചിപ്പിക്കുക? ദൈവസ്തുതി മാത്രം നിറഞ്ഞു നിന്ന സ്വർഗത്തിൽ ശാന്തത പരന്നു. സദസ്സിൽ ആദ്യം എഴുന്നേറ്റത് വെളിച്ചത്തിൻ്റെ മാലാഖയായ ഊറിയലായിരുന്നു. അവൻ ഇപ്രകാരം പറഞ്ഞു: മനുഷ്യൻ്റെ മനസ്സ് ഇപ്പോൾ അന്ധകാര നിബിഡമാണ്. ഞാൻ ഭൂമിയിൽ പോയി പ്രകാശം ചൊരിയാം. തിന്മകളെ കാണാൻ അവന് കഴിയുമ്പോൾ വിമോചനം സാധ്യമാകും. മനുഷ്യൻ നന്മയിലേക്ക് മടങ്ങിവരും. ദൈവം അവന് മറുപടി കൊടുക്കുന്നു: നിന്റെ ചിന്ത അതിമനോഹരമാണ്. എന്നാൽ ഭൂമിയിൽ മനുഷ്യൻ ഇരുട്ടിനെ സ്നേഹിക്കുകയാണ്. വെളിച്ചം അവർക്ക് വെറുപ്പാണ്. രണ്ടാമത് മനസ്സിൻ്റെ മാലാഖ റാഫേൽ എഴുന്നേറ്റു. ഞാൻ ഭൂമിയിൽ പോകാം. അവരോട് വാദപ്രതിവാദം നടത്താം. യുക്തിപൂർവം ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം. അവരുടെ ബോധത്തിൽ ദൈവചിന്ത സന്നിവേശിപ്പിക്കാം. ദൈവം റാഫേലിന് മറുപടി നൽകി: മനുഷ്യൻ്റെ ഹൃദയം തണുത്തിരിക്കുന്നു.
അവൻ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ചെയ്യുന്നില്ല. ബോധതലം പ്രവർത്തനരഹിതമാണ്. അപ്പോൾ വാളിൻ്റെ മാലാഖ മീഖായേൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഞാൻ ഭൂമിയിൽ പോകാം, മനുഷ്യനെ ഭയപ്പെടുത്താം, തിന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കാം. ദൈവം മീഖായേലിന് മറുപടി നൽകുന്നു. ഹൃദയകാഠിന്യത്തെ ഭീതി കൊണ്ട് പിന്തിരിപ്പിച്ചാൽ എന്തു പ്രയോജനം? അതിനൊരു സ്ഥിരതയില്ലല്ലോ. ഭീതി പരിചിതമാകുമ്പോൾ അവൻ പഴയ യാത്ര തുടരും. അടുത്ത ഊഴം സംഗീതത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും മാലാഖയായ ഗബ്രിയേലിനായിരുന്നു. സ്വർഗത്തിലെ ദൈവസ്തുതിയുടെ മധുരഗാനങ്ങൾ ഞാൻ പോയി ആലപിക്കട്ടെ, മാലാഖ ചോദിക്കുന്നു. പാടിപ്പാടി ഞാൻ ഭൂമിയെ നിറയ്ക്കാം. ദൈവം വിയോജിച്ചു. പാപത്തിൻ്റെ സംഗീതം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ഗാനങ്ങളിൽ നിന്ന് മോചനം അസാധ്യമാണ്. മനുഷ്യന് തിന്മയുടെ സംഗീതമാണ് ഇന്നിഷ്ടം. എല്ലാവരും നിശബ്ദത പാലിക്കവേ ദൈവപുത്രൻ സദസ്സിൽ എഴുന്നേൽക്കുന്നു. അവിടുന്ന് ഇപ്രകാരം പറയുന്നു: ഞാനൊരു മനുഷ്യനായി ജനിക്കാം, അവരുടെ കൂടെ ജീവിക്കാം, പ്രലോഭനങ്ങളെ അതിജീവിച്ച് നിത്യമായി മരണം സ്വീകരിച്ച് എൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് ശാശ്വത മനുഷ്യവിമോചനം സാധ്യതമാക്കാം. ഇവിടെ ദൈവം നിശബ്ദനായി. ആ നിശബ്ദതയെ അംഗീകാരമായി. യേശു ജനിക്കുന്നതിന് മുമ്പായി പ്രവചനങ്ങളും നിരവധി ഇവ സംബന്ധമായി ഉണ്ടായി. എന്നാൽ ഈ ജനനം സംഭവിച്ചത് റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത് യൂതിയൻ ഗ്രാമമായ ബേത്ലഹേം എന്ന അപ്പത്തിൻ്റെ പട്ടണത്തിൽ ആമാശയത്തിനും ആത്മാവിനും വിശപ്പുണ്ടായിരുന്ന കാലത്ത് വൈകി വന്ന വസന്തത്തിൽ പ്രവചനങ്ങളുടെ സാക്ഷാത്കാരമായി സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് ഹിബ്രു കന്യകയിൽ നിന്ന് മുഴുവൻ ക്രോമോസോമുകളും സ്വീകരിച്ച് ജനിക്കുകയായിരുന്നു. ജനനവിവരം പരസ്യപ്പെടുത്തുന്നതിൽ മാലാഖമാരുണ്ട്. ശിശുവിനെ പ്രവചന സാക്ഷാത്കാരമായി ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം പറയാവുന്ന യേശു എന്ന് പേര് വിളിക്കുന്നു. ഇതൊരു മനോഹര കഥ, എന്നാൽ കാര്യമാത്ര പ്രസക്തമാണ്. ജനനത്തിൽ തന്നെ ഏറെ വൈകാതെ ജീവിതത്തിലെ മുഴുവൻ കർമ്മങ്ങളുടെയും ചിന്തയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ നമുക്ക് കാണാം. ശിശുവിൻ്റെ ദിവ്യത്വം പ്രകാശിപ്പിക്കുന്ന പൊന്നും മരണം സൂചിതമാക്കുന്ന കുന്തുരുക്കവും ഉയർപ്പിൻ്റെ പ്രതീകമായി മൂരും കാഴ്ചയർപ്പിക്കപ്പെടുന്നു. മതചരിത്രത്തിൽ യേശുവിന് മാത്രം കിട്ടുന്നതാണ് ഈ പ്രത്യേക പരിഗണന. കാലം അത്ഭുത ജനനമെന്ന ബഹുമാന പുരസ്സരം തിരുപ്പിറവിയെ വിളിച്ചു. സ്വർഗത്തിലെ മാലാഖമാരും ഭൂമിയിലെ മനുഷ്യരും ഈ മഹാസംഭവത്തെ സന്തോഷത്തോടെയാണ് വരവേറ്റത്. എന്നാൽ തിരുപ്പിറവിയുടെ ആത്മീയ ചിന്ത അതിമനോഹരവും അർത്ഥപൂർണവുമാണ്. യേശു ജനനം വഴി വരുന്ന ദൈവചിന്ത ഇങ്ങനെ നമുക്ക് സമാഹരിക്കാം. ഒത്തിരി മനുഷ്യനോട് ക്ഷമിക്കാൻ തീരുമാനിച്ച ദൈവം മനുഷ്യൻ്റെ വാസസ്ഥലമായ ഭൂമിയിൽ വന്ന് ജനിക്കാൻ തീരുമാനിച്ചു. ശിശുവായി ജനിക്കുക വഴി വ്യക്തിപരമായി മനുഷ്യഹൃദയത്തിലേക്ക്, പിന്നെ സമൂഹത്തിലേക്ക് പകർന്നു പോവുക. ഈ പകർച്ചയിൽ ഉന്നതങ്ങളിൽ ഒരു സ്വർഗം മനുഷ്യനുണ്ടെന്നും മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം അവിടമാണെന്നും മാനവ ജീവിത ലക്ഷ്യം മരണമല്ലെന്നും നിത്യജീവിതമാണെന്നും ആത്യന്തികമായി തിന്മയ്ക്ക് നന്മയെ പരാജയപ്പെടുത്താനാവില്ലെന്നും താൻ സൃഷ്ടിച്ച മനുഷ്യൻ ഭൂമിയിൽ തനിച്ചല്ലെന്നും പൊട്ടിയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക വഴി മനുഷ്യന് പൂർണ്ണതയിലെത്താമെന്നും അപ്പോൾ മനുഷ്യന് ദൈവദർശനം സാധ്യമാകുമെന്നും മനുഷ്യൻ രൂപപ്പെടുത്തുന്ന നിയമപരിധിക്ക് പുറത്താണ് ദൈവമെന്നും വളരെ ക്ഷമയോടെ മനുഷ്യനെ പഠിപ്പിക്കാൻ നീണ്ടകാലം കാത്തിരുന്ന് കാലത്തികവിങ്കൽ ഇമ്മാനുവേൽ ജാതനായി. ബൈബിൾ പുതിയ നിയമത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ നാമം യേശുവിൻ്റേതാണ്. ബൈബിൾ ചരിത്രം യേശുവിൻ്റെ ചരിത്രമാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വം യേശുവിൻ്റെ പേരിലാണ് ശിശുവധം. ശിശുവധത്തിൽ ഉടലെടുത്ത ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തിരുകുടുംബം മസ്രിയുടെ നാട്ടിലേക്ക് പ്രയാണം ചെയ്തു. 5-ാം വർഷം തിരികെയെത്തി യെരുശലേമിന് 60 മൈൽ വടക്ക് പുറജാതി കേന്ദ്രമായിരുന്ന ഗലീലായിലെ നസറേത്തിൽ 25 വർഷക്കാലം താമസിച്ചു. ഗലീല യേശുവിൻ്റെ വളർച്ചയുടെ സ്ഥലമാണ്. യേശു നസറേത്തിൽ വന്നതുകൊണ്ട് നസറേത്തിലെ യേശുവായി ഈ ഗാനത്തിന് ശേഷം തുടരുന്നു. La la la
പണ്ഡിത ലോകം പല വ്യായാമ മുറകളും സ്വീകരിച്ചുവെങ്കിലും ചരിത്രത്തിന് അന്വേഷണ നിരൂപണ വിധേയനാണ് നസറേത്തിലെ യേശു. എന്തായിരുന്നു യേശുവിൻ്റെ ബയോഡേറ്റ? പേര് യേശു, വയസ്സ് 33, വീട്ടുവിലാസം നസറേത്ത്, തൊഴിൽ മരപ്പണി, വിദ്യാഭ്യാസ യോഗ്യത യഹൂദ സിനഗോഗിലും സ്വന്തം ഭവനത്തിലുമുള്ള വേദപഠനം. ഇത്ര ലഘുവെങ്കിലും 2000 വർഷമായി മനുഷ്യ മനസ്സിലെ യേശു ചിന്തയ്ക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. 30-ാം വയസ്സിൽ സ്വകാര്യ ജീവിതം മതിയാക്കി കർമ്മരംഗത്ത് പ്രവേശിക്കുന്നു. 3 വർഷം പ്രവർത്തിക്കാൻ 30 വർഷത്തെ മൗനം സ്വീകരിച്ചവൻ ഈ ഭൂമിയിൽ മറ്റാരുണ്ട്? എന്നാൽ പൊതുപ്രവർത്തനം മഹത്തായ സംഭവത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. അത് ജ്ഞാനസ്നാന സ്വീകരണമാണ്. അതിപ്രകാരമാണ്: ഭീഷണിയുടെ സാഹചര്യത്തിൽ യൂതിയൻ മലനിരകളിൽ താമസിച്ചിരുന്ന പഴയ യഹൂദ ആചാരമായ ജ്ഞാനസ്നാനം നിർവഹിച്ചു പോന്ന ദൈവം കരുണാമയൻ എന്നർത്ഥം വരുന്ന പേരുള്ള യോഹന്നാൻ സ്നാനം നിർവഹിച്ചതുകൊണ്ട് ചരിത്രം സ്നാപക യോഹന്നാൻ എന്ന് വിളിച്ചയാൾ അക്കാലത്തെ യഹൂദമതത്തിലെ പരിവർത്തന പ്രവാചകൻ. ഈ സ്നാപക യോഹന്നാനിൽ നിന്നും യേശു സ്നാനം സ്വീകരിച്ചു. എന്താണ് ഈ സ്നാനം എന്നതിനെക്കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. എന്നാൽ സുവിശേഷങ്ങൾ യഹൂദ മതജീവിത രീതിയുടെ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ ഇത് ഒരാചാരം മാത്രമാണ്, നിർബന്ധമായിരുന്നില്ല. മനസ്സു പവിത്രമാക്കി ശരീരശുദ്ധി വരുത്തുക യഹൂദനും യഹൂദ മതത്തിൽ ചേർന്നവർക്കും ആചരിക്കാവുന്ന കർമ്മം. പാപജീവിതത്തിൽ നിന്ന് മാറി ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള ദേഹശുദ്ധീകരണം. യേശുവിന് ഇത് ആവശ്യമായിരുന്നുവോ? ഇക്കാര്യം യഹൂദ ചരിത്രമോ മറ്റു ചരിത്രങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സ്നാനം സംഭവിച്ചത് റോമൻ സാമ്രാജ്യത്തിൽ തിബേരിയസ് സീസറിൻ്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിലായിരുന്നു. ഗലീലയിൽ നിന്ന് ഒരു ചെറു സംഘത്തോടൊപ്പം യാത്ര ചെയ്ത് സ്നാപകൻ്റെ സവിധം വന്നെത്തുകയാണ് നസറേത്തിലെ യേശു. സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. യേശുവിന് അനുകൂലമായ 3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. 1. സ്നാപക യോഹന്നാൻ പ്രഖ്യാപിച്ച മൂല്യങ്ങളോട് യേശു പ്രതിബദ്ധത പ്രഖ്യാപിക്കുന്നു. 2. തൻ്റെ പരസ്യവ്യാപാരത്തിൽ തന്നെ എതിർക്കുന്നവരുടെ വായടയ്ക്കപ്പെടുന്നു. 3. തൻ്റെ ദിവ്യത്വ പ്രകാശനം. ഈ സ്നാനവേള തൃത്വസംഗമമാണ്. പിതാവ് ആകാശമണ്ഡലത്തിൽ, പ്രിയപുത്രൻ ഭൂമിയിൽ, ഇരുവരെയും പരിശുദ്ധാത്മാവ് ബന്ധിപ്പിക്കുന്ന ചരിത്രത്തിലെ ഏക സംഭവം. പര്യവസാനം പരമസന്തോഷപ്രദമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ യഹൂദ മതനേതൃത്വത്തോട് ഇത്രയും ബുദ്ധിപൂർവം നസറേത്തിലെ യേശുവല്ലാതെ ആരും പ്രതികരിച്ചിട്ടില്ല. ആരിൽ നിന്ന് എന്തു സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണ്. കണ്ണടച്ചു നോക്കാതെ നമുക്ക് കണ്ണാടി വെച്ച് നോക്കാൻ കഴിയുമോ? സ്നാപകനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതം മുഴുവൻ യഹൂദനെതിരെ ആശയതലത്തിൽ മതാടിസ്ഥാനത്തിൽ പോരാടിയവനാണ്. യെരുശലേം ദേവാലയത്തിലെ പുരോഹിത സ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നിട്ടും അങ്ങോട്ട് പോകാതെ യെരുശലേമിനും ഹെർമോനുമിടയിൽ ഫലശൂന്യ പ്രദേശത്ത് പാറയിൽ വെട്ടിയ ഗുഹയിൽ തപം ചെയ്ത യോഗി വര്യൻ ഒരിക്കലും യെരുശലേം ദേവാലയത്തിൽ പോയി പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല. ഇവിടെ നാം പഴയ നിയമത്തിൻ്റെ പരിത്യജനം കാണുന്നു. പഴമയെ മാറ്റി പുതുമ സ്വീകരിക്കാൻ സമയമായെന്ന് കാട്ടിക്കൊടുക്കുകയാണ് നസറേത്തിലെ യേശു. അക്കാലത്തെ മതസംസ്കാരത്തിന് മനസ്സിലാകാത്ത മാനസാന്തരത്തെക്കുറിച്ചാണ് സ്നാപക യോഹന്നാൻ അന്ന് പ്രസംഗിച്ചിരുന്നതും. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ആരംഭം ആശയ സംഘർഷത്തോടെയാണ്. സ്നാപകൻ്റെ വേഷം പോലും പ്രത്യേകതയുണ്ടല്ലോ, ശ്രദ്ധിക്കുക. മരുഭൂമി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ഒട്ടകം സ്വത്തിൻ്റെ ഭാഗമായിരുന്നു. യാത്രയ്ക്കും ഭാരം ചുമക്കാനും ഒട്ടകം ആവശ്യമായിരുന്നു. ഒട്ടകത്തിൻ്റെ രോമം വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇത്രയൊക്കെ ഗുണമുണ്ടായിരുന്നിട്ടും ഒട്ടകം ലേവ്യ പുസ്തകം 11:4 പ്രകാരം അശുദ്ധമൃഗമാണ്. ഭക്ഷണത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ വാസസ്ഥലം അശുദ്ധമായിരുന്നു. ഈ ഒട്ടകത്തോലുകൊണ്ട് നാമമാത്ര വസ്ത്രം ധരിച്ച സ്നാപകൻ മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഊനമില്ലാത്ത മൃഗത്തിൻ്റെ മാംസം ഭക്ഷണമാകേണ്ട വായിൽ വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണമാക്കി പൂർണ്ണമായും ഇസ്രായേലിൻ്റെ നിയമത്തെ തള്ളിപ്പറഞ്ഞവനായിരുന്നു സ്നാപക യോഹന്നാൻ.
എല്ലാം പുതുതാക്കാനായി വന്ന നസറേത്തിലെ യേശു ആശയതലത്തിലും പ്രവൃത്തിപഥത്തിലും യഹൂദനെ നാണം കെടുത്തി. ഈ വിധം കർമ്മമണ്ഡലത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതാണ് പുതിയ നിയമ എക്കോണമി. സ്നാപകൻ്റെ ജീവിതത്യാഗത്തിന് അവനും പ്രതിഫലം കിട്ടി. ഭൂമിയിൽ മനുഷ്യജന്മത്തിൽ യോഹന്നാനേക്കാൾ ജന്മം കൊണ്ട് മഹത്വമുള്ളവൻ മറ്റാരുമില്ലെന്നാണല്ലോ പ്രഖ്യാപനം. യോഹന്നാൻ തൻ്റെ വാക്കുകളിലൂടെ മരണം ഏറ്റുവാങ്ങി. യോഹന്നാൻ്റെ വധശിക്ഷയുടെ അമർഷം തിരിച്ചറിഞ്ഞ റോമൻ സാമ്രാജ്യം യഹൂദനിൽ നിന്ന് വധശിക്ഷയുടെ അധികാരം നീക്കം ചെയ്തതുകൊണ്ട് യേശുവിന് പ്രവചനങ്ങളുടെ സാക്ഷാത്കാരമായി കുരിശിലേറാൻ കഴിഞ്ഞു. മുറിവേൽപ്പിക്കുകയും ചെയ്ത യോഹന്നാൻ ഉഴുതുമറിച്ച മണ്ണിൽ യേശു സ്നേഹം ലേപനം ചെയ്യുന്നു. യേശുവിൻ്റെ ദിവ്യചിന്തകൾക്ക് ജനമനസ്സുകളിലേക്ക് ചേക്കേറാൻ മനുഷ്യമനസ്സിൽ അനുതാപത്തിൻ്റെ വീഥികളൊരുക്കി സാരസമ്പൂർണമായ പ്രവർത്തനം നടത്തിയ സ്നാപക യോഹന്നാൻ ഒരു കുറ്റവുമില്ലാത്തവനായി നസറേത്തിലെ യേശുവിനെ മനുഷ്യൻ്റെ പാപം കഴുകാൻ യോർദാൻ നദിയുടെ കരയിൽ നിർത്തി നമ്മുടെ കരളലിയിപ്പിച്ച് കടന്നുപോയി. ഇനി നസറേത്തിലെ യേശുവിന് പരീക്ഷകളെ അതിജീവിക്കാൻ 40 നാൾ വിജനപ്രദേശത്ത് പോയാൽ മതി. ഈ യാത്രയിലാണല്ലോ സാത്താൻ യേശുവിൻ്റെ കൂടെ കൂടിയത്. നിർണായകമായ സന്ദർഭങ്ങളിൽ അവൻ യേശുവിനെ പിടികിട്ടാതിരുന്നു. ധ്യാനവേളയിൽ ആ കണ്ണു തുറക്കുന്നത് നോക്കി അവനിരുന്നു. ജോസഫ് നോയൽ പാറ്റൺ 1821 വരച്ച ഈ മനോഹര ചിത്രം വളരെ വിശദമായി തന്നെ നമുക്ക് ഈ കഥ പറഞ്ഞു തരും. ഈ പരീക്ഷണ കഥയെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളുമുണ്ട്. നിങ്ങൾക്കിതൊരു പരിചിത വേദന വായനാ ഭാഗമാണ്. പരീക്ഷണങ്ങളെ അതിജീവിച്ച് യേശു കർമ്മമണ്ഡലത്തിലേക്ക് വരുന്നു. ഇനി അധികം കാലം യേശുവിൻ്റെ മുന്നിലില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു റബ്ബിയായി യേശു അറിയപ്പെട്ടു. യേശുവിനെ ഒരു റബ്ബിയായി കാണുന്നത് ഒരു സാധാരണ കാര്യമായി. കാരണം യേശുവിനെ കേൾക്കാൻ എപ്പോഴും ഒരു കൂട്ടമുണ്ടാകും. എന്നാൽ സാധാരണ ജീവിതത്തിൽ യേശു അസാധാരണ പ്രവർത്തന ശൈലിയാണ് തുടർന്നത്. പാപലോകത്തിൽ പാപമില്ലാത്തവനായി ആൾക്കൂട്ടങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു യേശുവിനെ. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ചില മത്സ്യങ്ങൾക്ക് ശരീരത്തിൽ ഉപ്പുണ്ടാകാത്തതുപോലെ നസറേത്തിലെ യേശു വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി മാറി. എന്തായിരുന്നു നസറേത്തിലെ യേശു എന്ന റബ്ബിയുടെ പഠിപ്പിക്കലുകളുടെ കാതൽ? അവ 2 കാര്യങ്ങളായിരുന്നു. 1, എന്താണ് ദൈവരാജ്യം? 2, ദൈവരാജ്യത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ഈ 2 വിഷയങ്ങളുടെ വിശദീകരണങ്ങളുടെ ക്ലാസ് മുറികളിൽ ആർക്കും പ്രവേശനമുണ്ടായിരുന്നു. ജാതി, മത, വർണ്ണ, വർഗ വിവേചനമില്ലായിരുന്നു. എന്നാൽ ഒരേ ഒരു യോഗ്യത യേശു നിർബന്ധിച്ചില്ലെങ്കിലും ഈ പഠനത്തിനാവശ്യമായിരുന്നു. അത് ഹൃദയകാഠിന്യമില്ലാത്ത മനസ്സ്. ഹൃദയകാഠിന്യം കൊണ്ട് പലപ്പോഴും തിരിഞ്ഞു നിന്ന യഹൂദന് ചില വിട്ടുവീഴ്ചകൾ മോശയുടെ കാലത്തും ലഭ്യമായിരുന്നു. വളരെ വിസ്തൃതമായ സ്ഥലങ്ങളിൽ യേശു സഞ്ചരിച്ചില്ല, 25 മൈൽ ചുറ്റളവിൽ ഏകദേശം. എന്നാൽ യേശുവിനെ കേട്ടവരുടെ കൂട്ടത്തിൽ യഹൂദമതത്തിലെ സാദൂക്യനും പരീശനും എസ്സേനികളും ഉണ്ടായിരുന്നു. കൂടാതെ ഗ്രീക്കുകാർ, റോമാക്കാർ, ഫൊയ്നീഷ്യന്മാർ, മറ്റു പുറജാതികൾ. എന്നാൽ യേശുവിൻ്റെ കാലത്ത് ഏറ്റവും സ്വാധീനമുള്ള മതകേന്ദ്രം യെരുശലേം ദേവാലയമായിരുന്നു. പരിവർത്തനം ആഗ്രഹിക്കുന്നവരെ ഏതുവിധത്തിലും അടിച്ചമർത്തുന്ന നയം അവിടത്തെ സാദൂക്യ പരീശ നേതൃത്വം സ്വീകരിച്ചിരുന്നു. വിശ്വാസപരമായി ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരവെ പൊതുക്കാര്യത്തിൽ ഇവർ യോജിച്ചു നിന്നു. മതപരമായി റോമൻ നേതൃത്വം അവരെ പിണക്കിയതുമില്ല. റോമൻ സാമ്രാജ്യം അക്കാലത്ത് സ്പെയിൻ, ജർമ്മനി, വടക്കേ ആഫ്രിക്ക, ഏഷ്യ മൈനർ, സിറിയ, ഇസ്രായേൽ ഈ പ്രദേശങ്ങളിൽ സ്വാധീനമുറപ്പിച്ചിരുന്നു. ഈ നാടുകളിലെ മതസാംസ്കാരിക അധപ്പതനത്തിൽ മനം മടുത്ത ജനമനസ്സുകളിലേക്ക് നവചിന്തകൾ വളരാൻ കടന്നു ചെല്ലാൻ പറ്റിയ കാലം. യേശുവിൻ്റെ ജീവിത സമയത്തു തന്നെ യേശുവിൻ്റെ ഖ്യാതി പ്രചരിക്കുവാനും ക്രിസ്തു ആശയങ്ങൾ കരകടന്ന് പ്രചരിക്കാനും എളുപ്പമായി. ചരിത്രം നല്ല ഭരണമെന്ന് സാക്ഷ്യപ്പെടുത്തിയ റോമൻ ഭരണത്തിൽ റോഡുകളും അക്കാലത്ത് വികസിച്ചിരുന്നു. ഗ്രീക്ക് ഭാഷയുടെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ ഈ ഭാഷ പോലും യേശു സംസാരിച്ചു കാണുവാനുള്ള സാധ്യതയുണ്ട്. പരസ്യവ്യാപാരത്തിൽ കാലത്തെ കവിഞ്ഞു നിൽക്കുന്ന പ്രവർത്തനമാണ് യേശു നടത്തിയത്. നിയമം, പ്രമാണം, ചട്ടങ്ങൾ ഇവയ്ക്കു ബദലായി
കൃപ പകരം വെച്ച് സ്വന്തം സമൂഹം മൃഗത്തെപ്പോലെ കണ്ട പുറജാതികളെ യേശു സ്നേഹിതന്മാരാക്കി. കാലത്തിൻ്റെ മതസാമൂഹ്യ പാഠങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ഉപമകൾ, വിശേഷണങ്ങൾ, അത്ഭുത പ്രവൃത്തികൾ ഇവകൾ ചേർത്ത് ഈ പ്രപഞ്ചത്തിൽ അറിവിൻ്റെ പര്യായം വിനയം മാത്രമെന്ന് കാട്ടിക്കൊടുത്തു. സമ്പൂർണ്ണ വിനയത്തോടെ ഒന്നും സ്വന്തമായി അവകാശപ്പെടാതെ എല്ലാം പിതാവിൻ്റേതും പിതാവിൻ്റെ ഹിതവുമായിരുന്നു യേശുവിന്. സുവിശേഷകർ പറയുന്നത് പ്രപഞ്ചത്തിൽ മാറ്റം വരാത്തൊരു ക്രമീകരണത്തിൻ്റെ ഗഗനതയേറുന്ന അംശം യേശു എന്നതാണ്. അതിങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരു മനുഷ്യനായ യേശു മനുഷ്യനിലും അധികമായിരുന്നു. ആവശ്യങ്ങളുടെ ലോകത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിശബ്ദത സാധ്യമല്ലാത്തതുകൊണ്ട് വചനം വാചാലമാകുന്നു. ഇതിനായി മാത്രമാണല്ലോ മാംസം ധരിച്ച മനുഷ്യരൂപം പൂണ്ടത്. ഇതിൻ്റെ തത്വരഹസ്യം വ്യക്തിപരമായി ഓരോ മനുഷ്യനെയും അഭിമുഖീകരിച്ച് മനുഷ്യജീവിത സമസ്യയുടെ പരിഹാരകനാകുകയാണ് ദൈവം യേശുവിലൂടെ. ഇതാണ് ഇമ്മാനുവേൽ നാമവൽക്കരണത്തിൻ്റെ പ്രസക്തി. നസ്രയത്തിലെ യേശുവിൻ്റെ വ്യക്തിത്വത്തിലൂടെ ഈശ്വരദർശനം തേടുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക രീതി ദൃശ്യമാകുന്നു. യേശുവിൻ്റെ സമീപന രീതി യേശുവിൻ്റേത് മാത്രമാണ്. ലോകചരിത്രത്തിൽ ഒരു പ്രവാചകനോ മതസ്ഥാപകനോ ഒരിക്കലും ഉപയോഗിക്കാത്ത ആധികാരികത യേശു വെളിവാക്കി യേശു സംസാരിക്കുന്നു. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്നതാണ് ആ പ്രയോഗം. ഈ പ്രയോഗത്തിൻ്റെ പേരിലാണ് യഹൂദ മതനേതൃത്വം യേശുവുമായി ശത്രുതയിലായത്, വിചാരണവേളയിൽ മതനേതൃത്വം ആരോപണങ്ങൾ ഉന്നയിച്ചതും. എന്നാൽ യേശു തൻ്റെ കർമ്മമേഖലയിൽ ഒരുവിധ പകർച്ചയും പ്രകടിപ്പിച്ചില്ല. സമൂഹത്തിൻ്റെ പ്രതികരണം കാര്യമായി ഗൗനിക്കാതെ അവിടുന്ന് തൻ്റെ വഴിയിൽ നടക്കുകയായിരുന്നു. ആത്മാർത്ഥമായി തന്നെ അന്വേഷിച്ചവരോട്, തേടി വന്നവരോട് തൻ്റെ ശക്തിയും ഊർജവും പങ്കുവച്ചു. ഇങ്ങനെ സമൂഹത്തിൻ്റെ സൗഖ്യദായക വിമോചകനായി, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഉത്തമ സുഹൃത്തായി, ഗുരുവിലും ഉയർന്ന പ്രവാചകനായി, വിശുദ്ധിയുടെ സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആത്മാവായി, ഏവർക്കും സഹായകനായി പ്രവർത്തനം തുടരുന്നു. സമൂഹം തന്നോട് സൗഹാർദ്ദപരമോ എന്ന ചിന്തയൊന്നും ആത്യന്തികമായി അലട്ടിയില്ല. ദൈവം സ്നേഹത്തിൻ്റെ പാതയിലൂടെ ആഗമിക്കുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. എതിർക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യേണ്ടിടത്ത് കരുണ പകരം വെച്ചു. ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചു. സത്യമല്ലാതെയൊന്നും അവിടുന്ന് ഉരിയാടിയില്ല. മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന കരുണ, സ്നേഹം ഇതിനൊക്കെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്നും ആത്യന്തികമായ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്നും അവിടുന്ന് അവരോട് പലപ്പോഴും ഓർമ്മപ്പെടുത്തി. മനുഷ്യവർഗത്തിൻ്റെ മതചരിത്രത്തിലെ ദിവ്യ ഗുരുവായി ഇവിടെ നമുക്ക് യേശുവിനെ കാണാം. മനുഷ്യൻ്റെ മനസ്സുകളിലൂടെയാണ് അവിടുന്ന് സഞ്ചരിച്ചത്. എന്നെ കേട്ടിരുന്നവരോട് അവിടുന്ന് പറയുന്നു, എൻ്റെ വാക്കു കേൾക്കുന്നവൻ വീട് പാറയുടെ അടിസ്ഥാനത്തിൽ പണിയുന്നു. ശാപത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്ത് ശാപതാചരണം ലക്ഷ്യമാക്കുന്ന പാപക്ഷമ ഒരു ചെറുപ്രാവിനെപ്പോലും പകരം ചോദിക്കാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ സൗജന്യമായിട്ട് നൽകി പാപികളുടെ കൂടെ അവിടുന്ന് വന്നു പന്തിയിലിരുന്നു. ഈ വിധത്തിലുള്ള പ്രവർത്തന രീതി കണ്ടപ്പോൾ ഒരു ചെറിയ സമൂഹം യേശുവിലൂടെ ദൈവപുത്രനെ തിരിച്ചറിയുന്നു. ആരും പ്രേരിപ്പിക്കാതെ അവൻ്റെ പുത്രത്വത്തിന് സ്വീകാര്യത വരുന്നു. അവസാനം ജനങ്ങൾ യേശുവിനെ പിന്തുടരുന്നു, വിട്ടുപോകാതെ വട്ടം ചുറ്റി നിന്നു. മതചരിത്രം അക്കാലം വരെ നിഷ്കർഷിച്ച ദൈവസങ്കല്പത്തെ യേശു വ്യത്യസ്തനാക്കി. അവൻ ശിഷ്യരെ കണ്ടെത്തി. 11 ഗലീലാക്കാരും ഒരു യൂദിയാക്കാരനും. എന്നാൽ മതകേന്ദ്രമായ യെരുശലേമിൽ നിന്ന് യേശു ശിഷ്യരെ സ്വീകരിച്ചില്ല. വളരെ പേർ സന്നദ്ധരായി വന്നിരുന്നു. എങ്കിലും സമീപിച്ചവർ പുരോഹിതരുടെ വളയത്തിലും വലയത്തിലുമുള്ളവരായിരുന്നു. ഇവിടെയും യേശു യഹൂദനെ അകറ്റി നിർത്തി. നസ്രയത്തിലെ സംഘാലയത്തിൽ യെശയ്യാ പ്രവചനത്തിൻ്റെ ചുരുളുകൾ വിടർത്തുക വഴി സ്വന്തം മതനേതൃത്വത്തിൻ്റെ തിരസ്കരണം ഏറ്റുവാങ്ങുകയാണ്. ഇവിടെ മുതൽ യേശുവിൽ ആരംഭിച്ച നവമതസാമൂഹ്യ ചിന്തയുടെ വ്യാപനം യഹൂദ, ഗലീല, ലൂസന്യ പ്രദേശങ്ങളിലെ മതനേതൃത്വത്തെ ആക്രമിക്കുന്നതിന് തുല്യമായിരുന്നു. സിന്നഗോഗിൻ്റെ വാതിലുകൾ യേശുവിൻ്റെ മുന്നിൽ ഇതോടെ അടഞ്ഞു. സിന്നഗോഗിന് വെളിയിൽ നസ്രയത്തിലെ യേശു ആരാധ്യനായി തുടരുന്നു. ഇപ്പോൾ യേശുവിന് മുന്നിൽ മത, രാഷ്ട്രീയ, സാമൂഹ്യ അസ്വസ്ഥത അനുഭവിക്കുന്ന സമൂഹമാണ് കേൾവിക്കാർ.
കണ്ണുള്ളവർ കാണാത്തതുകൊണ്ട്, ചെവിയുള്ളവർ കേൾക്കാത്തതുകൊണ്ട് കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും അവിടുന്ന് നൽകി. ബഹിഷ്കരണത്തിൻ്റെ വേദനയിൽ നിന്ന് യേശുവെന്ന സദ്ഗുരുവിൻ്റെ ആശ്വാസവചനങ്ങൾ ഹാത്ത് ഗ്രാമത്തിലെ ചെറുമലയുടെ താഴ്വരയിലിരുന്ന് ജനം കേട്ടു. ഇന്നുവരെ കാലത്തിന് വ്യാജം കണ്ടെടുക്കാൻ കഴിയാത്ത ആത്മാർത്ഥതയോടെ അക്കാലത്തെ മതസാമൂഹ്യ ജീവിതത്തിൻ്റെ ജീർണത കുടഞ്ഞുകളയാൻ മനുഷ്യനെ അവിടുന്ന് ഉപദേശിക്കുന്നു. സത്യം, ധർമ്മം ഇവ കണ്ടെടുക്കാൻ കഴിയുന്ന തൃക്കണ്ണ് എവിടെയാണെന്ന് അവിടുന്ന് ചോദിച്ചു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യം മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് സ്വന്തം മനസ്സിൽ തന്നെയുണ്ടെന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. മാനസാന്തരപ്പെടുന്ന സമൂഹത്തിൻ്റെ അടയാളം പഴയ നിയമകാലത്ത് യോനയായിരുന്നു. മനുഷ്യൻ്റെ സമ്പൂർണ്ണ വിമോചനമായി താൻ നിൽക്കുന്നു എന്നവരെ കാട്ടിക്കൊടുക്കുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഭരണഘടന ഉൾക്കൊള്ളാൻ മനുഷ്യൻ്റെ സ്വഭാവം എപ്രകാരം ക്രമീകരിക്കണമെന്ന് യേശു പ്രബോധിപ്പിക്കുന്നു. ഇതാണ് ഗിരിപ്രഭാഷണത്തിലെ സത്ത തന്നെ. എന്നാൽ പഴയ നിയമത്തിൽ നിന്ന് ഒന്നും ഗിരിപ്രഭാഷണത്തിൽ സ്വീകരിക്കാതെ അവിടെയും യഹൂദ നിയമങ്ങളെയും തത്വങ്ങളെയും അവിടുന്ന് വെല്ലുവിളിച്ചു. ഗിരിപ്രസംഗത്തിൽ 9 തരം അനുഗ്രഹങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭൗതിക ലോകസ്ഥാപനം ഒരിക്കലും യേശുവിൻ്റെ അജണ്ടയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ മരിച്ചവരെ കബറടക്കാൻ പോലും നിൽക്കാതെ തൻ്റെ കൂടെ വരാൻ യേശു ഒരാളെ വിളിച്ചതും. ആ ഭാഷാപ്രയോഗം തന്നെ മനോഹരമാണ്. തൻ്റെ ലക്ഷ്യം ഭൗതിക രാജ്യസ്ഥാപനമല്ലെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ഇവയൊന്നും ഉൾക്കൊള്ളാതെ ഉൾക്കാമ്പ് നഷ്ടമായ പരീശനും സാധൂക്യനും എസേനികളും പുറജാതികളും ഉൾക്കൊണ്ട സമൂഹത്തിൽ അർത്ഥശൂന്യത കൊണ്ട് നിറഞ്ഞിരുന്ന ഹൃദയങ്ങളുടെ മുന്നിൽ അവിടുന്ന് വ്യാകുല ഹൃദയങ്ങളെയാണ് തേടിയത്. സ്വർഗവീക്ഷണത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാകുന്നു. കാരണം അവർക്ക് വിശപ്പുണ്ട്. അവർക്ക് കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളാനാകും. വചനം കൊണ്ട് ജീവിക്കാനാകും. ദുഃഖവും വിലാപവും വലയം ചെയ്തിരിക്കുന്ന ഹൃദയങ്ങൾക്കവിടുന്ന് സ്വർഗസാധ്യത കാട്ടിക്കൊടുക്കുന്നു. വിരുദ്ധ സാഹചര്യത്തിലും ദൈവത്തെ കാണാൻ മനുഷ്യന് കഴിയണം. താഴ്മയും വിനയവും എന്തെന്ന് വിശദീകരിക്കേണ്ട ആവശ്യം യേശുവിനില്ലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ അവിടുന്ന് താണുവന്നു. പ്രതിരോധിക്കാതെ ക്ഷമിക്കാനുള്ള മനഃശക്തി അനുഗ്രഹമാണെന്ന് യേശു പഠിപ്പിച്ചു. മനുഷ്യബന്ധങ്ങളിലെ നീതിക്കായി ദാഹിക്കുന്നവരുടെ തൃപ്തിയാണെന്ന് അവിടുന്ന് പറഞ്ഞു. നീതിയുടെ ലഭ്യത സ്വർഗരാജ്യത്തിൻ്റെ തൃപ്തിയുമായി ബന്ധപ്പെടുത്തി യേശു സംസാരിച്ചു. മനുഷ്യന് അവകാശപ്പെടാവുന്നതല്ല ദൈവകരുണ, അത് ദൈവദാനമാണ്. നാം ഇഹത്തിൽ പ്രകടിപ്പിക്കുന്ന മനുഷ്യൻ പ്രവർത്തിക്കുന്ന കരുണ തിരികെ ലഭ്യമാകുന്നത് സ്വർഗത്തിലാണെന്നും അവിടെ നമുക്ക് വർദ്ധിത പ്രതിഫലമുണ്ടെന്നും യേശു സമൂഹത്തെ ഓർമ്മപ്പെടുത്തി. മനുഷ്യനിൽ ദൈവത്തെ സ്വീകരിക്കുന്ന ഏക അവയവം ഹൃദയത്തിലെ ചിന്തയാണ്. നമ്മുടെ ആത്മാവ് എവിടെയാണ് ഇരിക്കുന്നത് ആർക്കും അറിയില്ല. എന്നാൽ നമുക്കാത്മാവുണ്ട്, അത് നമുക്കറിയാം. ഇതിനാലാണ് യേശു അരുളി ചെയ്തു, ചിന്തയിലെ നൈർമല്യത്തിന് ഹൃദയ വിശുദ്ധിക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്ന്. മനുഷ്യൻ ഇഹത്തിൽ ജീവിക്കുമ്പോൾ പലവിധ പീഡനങ്ങളുണ്ട്. എന്നാൽ നീതിക്കായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അവയൊക്കെ സ്വർഗത്തിൽ ഭാഗ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്നു. ഭൂമിയിൽ മനുഷ്യന് പീഡനങ്ങളുണ്ട്. കാരണം ഈ ഭൂമി തിന്മയുടെ സ്വാധീനമേറെയുള്ള സ്ഥലമാണ്. ഈ പീഡനത്തിലും നന്മയ്ക്കായി ആഗ്രഹിക്കുമ്പോൾ ഇഹത്തിലെ പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിലേക്ക് പാസു വാങ്ങുവാൻ നമുക്ക് കഴിയുന്നു. യേശുവിൻ്റെ പേരിൽ ഇന്നും ദുർവാക്കിനാലും കർമ്മമണ്ഡലത്തിലും അനേകർ പീഡിപ്പിക്കപ്പെടുന്നു. തൻ്റെ 11 ശിഷ്യന്മാരും തനിക്ക് വേണ്ടി രക്തസാക്ഷികളായി. ഒരാൾ പീഡനത്തിൻ്റെ പാരമ്യത്തിൽ സ്വാഭാവിക മരണം സ്വീകരിച്ചു. ഇതിൻ്റെയൊക്കെ പ്രതിഫലം സ്വർഗത്തിൽ ദൈവാനുഗ്രഹത്തിൽ ലഭ്യമാകുന്ന വർദ്ധിത ഫലപ്രാപ്തി. ഇതുകൊണ്ടാണ് ഇന്ന് പീഡനം സമൂഹത്തെ സ്വാധീനിക്കുന്നത്. ഇവിടെയാണ് വിശ്വാസി ഭൂമിയുടെ ഉപ്പാകുന്നത്. ഇരുട്ടിലേക ആശ്രയം മനുഷ്യന് വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നവിടുന്ന് അരുളി ചെയ്തു. എന്നാൽ ഈ വെളിച്ചത്തിൽ യഹൂദനെ യേശു വ്യവസ്ഥിതികളെ അട്ടിമറിക്കുന്നവനായിരുന്നു. അവരപ്രകാരം കോടതിയിൽ മൊഴിയും കൊടുത്തു. എന്നാൽ യേശു വിഭാവനം ചെയ്ത വെളിച്ചത്തിൻ്റെ പ്രസക്തി എന്തായിരുന്നു? ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളെ തിരിച്ചറിയാൻ വെളിച്ചം ആവശ്യമാണ്.
താൻ വെളിച്ചമെന്ന് അവകാശപ്പെടുമ്പോൾ താൻ അഭിമുഖീകരിച്ച സമൂഹത്തിൽ നിന്ന് യേശു എന്തൊക്കെയാണ് തിരിച്ചറിഞ്ഞതും നേരിൽ കണ്ടതും? 2 കാര്യങ്ങൾ. ദൈവകൽപ്പനയുടെ രൂപരേഖകൾ മറന്ന മനുഷ്യനെ, ആത്മാവില്ലാത്ത പൊള്ളയായ മനുഷ്യൻ്റെ ശിഥില രൂപത്തെ. തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് നയിക്കാൻ വെളിച്ചത്തിന് മാത്രമേ സാധിക്കൂ. യേശുവിൻ്റെ ഉപദേശ സാരം ദൈവരാജ്യം ലോകം വെട്ടുന്ന വഴിയിലൂടെ കടന്നു വരികയില്ല എന്നതാണ്. അവിടെ നരളി ചെയ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇത് യഹൂദനോട് യേശു പറയുക തന്നെ ചെയ്തു. ദൈവരാജ്യം യഹൂദന് മുന്നമേ നൽകപ്പെട്ടതാണ്. എന്നാൽ അതിലാദ്യം പിച്ചവെച്ചത് യഹൂദനല്ലല്ലോ. താൻ ചവിട്ടി നിന്ന മണ്ണിലെ മനുഷ്യനോട് കൃത്യമായി തന്നെയാണ് യേശു പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ നമുക്ക് ശങ്ക വേണ്ട. ഉണർന്നിരിക്കാൻ അവിടെ നിന്ന് ഉപദേശിക്കുമ്പോൾ തൻ്റെ ചുറ്റും കൂടി നിന്ന് ശിഷ്യർക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനുമാണ് ആ ഉപദേശം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഉണർന്നിരിപ്പാനാണ് അവിടെ നിന്ന് ഉപദേശിച്ചത്. ഉണർന്നിരിക്കുകയെന്നാൽ ഏറ്റെടുക്കാതെ വിശ്രമിക്കുകയും നിർവികാരതയോടെ എല്ലാറ്റിനെയും സമീപിക്കുകയും ചെയ്യുന്ന നട്ടമായ സമൂഹത്തിൻ്റെ ഉറക്കമാണ് അവിടെ നിന്ന് ഉദ്ദേശിച്ചത്. ഏതവസ്ഥയിലും യേശു പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ തൻ്റെ പ്രവൃത്തിയിലും പ്രതികരണത്തിലും സൗഖ്യം, സഹാനുഭൂതി, വിമോചനം ഇവ ദൈവസ്വഭാവമാക്കി പ്രകടിപ്പിച്ചു. ഇവിടെ നസ്രയത്തിലെ യേശു പിതാവിനെ പ്രതിഫലിപ്പിക്കുന്ന പുത്രനായി മാറി. തന്നിൽ നിന്നുത്ഭവിക്കുന്ന പ്രകാശത്തിൽ പ്രതിബിംബിക്കുന്നത് സ്നേഹശക്തി കൊണ്ട് തിരിച്ചറിയുമ്പോൾ തിന്മയും പാപവും അതിജീവിച്ച് മറ്റൊരു ലോകത്തെത്താൻ കഴിയും. നമ്മുടെ ഉൾക്കാഴ്ചകൾക്ക് വിശദീകരണം കിട്ടുവാൻ ദൈവാനുഭവം രുചിക്കണമെന്ന് പഠിപ്പിച്ച് മതഘടന രൂപപ്പെടുത്തിയ തൻ്റെ സ്നേഹസമീപനം, മുറിച്ചു കൊടുക്കുന്ന തൻ്റെ ശരീരവും പകർന്നു കൊടുക്കുന്ന തിരുരക്തത്തിൻ്റെ സമർപ്പണം വരെയെത്തി. ക്രൈസ്തവ സമൂഹം ഇന്നും ആ സ്മരണ തുടരുന്നുണ്ടല്ലോ. സ്നേഹം നിർബന്ധിച്ചപ്പോൾ അവിടുന്ന് സമർപ്പിക്കപ്പെട്ടു. പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ ലോകം കാണുന്നു. സ്നേഹത്തിൻ്റെ ഉറവ തേടി മതവും കാലവും എത്രയോ യാത്ര ചെയ്തു. സ്നേഹശക്തിയുടെ കേന്ദ്രബിന്ദു എവിടെയാണ്? അധികാരത്തിൻ്റെ ഉപയോഗത്തിൽ സ്നേഹമില്ല. സ്നേഹം സ്വയം പരിത്യാഗമാണ്. സ്നേഹം മരണം പോലെ ശക്തമാണ്. ആഴത്തിൽ നിന്ന് ഊറി വരുന്നതാണ് അതിൻ്റെ ഉറവ. ആയുധബലത്തിൽ ഊറ്റം കൊള്ളുന്ന സമൂഹശക്തി അമിത അധികാരമോഹത്തിൽ നിന്ന് ഊറി വരുന്നതാണ്. ഇതിന് അധികാരമോഹമെന്ന് വിളിക്കാം. ഈ മോഹം പാപത്തെ പെറ്റുകൂട്ടുന്നു. ഇതിൻ്റെ പ്രകടനം സ്നേഹവിരുദ്ധതയും വിദ്വേഷവുമാണ്. ഇതിൻ്റെ അതിജീവനം യേശുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. സ്നേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ദാഹിക്കുന്നവൻ ആരുമാകട്ടെ അവൻ വന്ന് കുടിക്കട്ടെ എന്നവിടെ അരുളി ചെയ്തത്. പരിധിക്കു പുറത്തേക്കൊഴുകിയ സ്നേഹം യേശുവിൻ്റേത് മാത്രമാണെന്ന് ജാതികളുടെ അപ്പോസ്തോലൻ കോരിന്ത്യൻ സഭയോട് ആദ്യ ലേഖനത്തിൽ എഴുതി. പ്രവചനം, പ്രഭാഷണം, ജ്ഞാനം, ബുദ്ധി, മനുഷ്യബന്ധങ്ങൾ ഇതിനൊക്കെ പരിധിയുണ്ട്. സ്നേഹത്തിന് മാത്രം പരിധിയില്ല. സ്നേഹാധിഷ്ഠിതമല്ലാത്തൊരു പ്രവൃത്തിയും യേശു ഈ മണ്ണിൽ പ്രവർത്തിച്ചില്ല. ആരെയും ഉപദ്രവിച്ചതായി ആർക്കും ഇന്നുവരെ ഒരു പരാതിയുമില്ല. യഹൂദ മതവും പരാതിപ്പെട്ടില്ല. സ്നേഹം പകരവേ അനേകർ ഹൃദയം കൊണ്ട് അവനിൽ കുടുങ്ങി. യേശുവിനരികിൽ തന്നെ നിന്നു. രോഗസൗഖ്യം കിട്ടിയവർ നന്ദി പ്രകാശിപ്പിക്കാതെ നടന്നകന്നപ്പോഴും ചിലരൊക്കെ ശിഷ്യരായി, മറ്റു ചിലർ ഭക്തരായി. അപ്പോൾ പോലും ആ മുഖത്തൊരു ഭാവഭേദവും കണ്ടില്ല. പ്രതിഫലം അവിടുന്ന് ആഗ്രഹിച്ചില്ല. ഇവിടെ കാണുന്ന സത്യം സ്നേഹത്തിന് ആത്യന്തികമായി പരാജയമില്ലെന്നതാണ്. ഏറ്റക്കുറച്ചിലുകൾ മറ്റു ദർശനങ്ങളിൽ ദർശിക്കാം. എന്നാൽ സ്നേഹം എന്നും തരുന്നത് വർദ്ധിത വീര്യമാണ്, സംതൃപ്തിയാണ്. സ്നേഹം ഉൽപ്പാദിപ്പിക്കുന്ന ആത്മീയ വ്യവസായശാലയായി മാറണം സഭകൾ എന്നത് ആധുനിക വ്യാഖ്യാനം തന്നെയാണ്. അതിലെ ഉൽപ്പന്നം ദൈവത്തിനും മനുഷ്യനും തൃപ്തി തരുന്നതാകണം. മനുഷ്യൻ്റെ രക്ഷപിതാവായ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അത് പുത്രൻ നടപ്പിലാക്കുവാൻ ബലിയർപ്പിക്കപ്പെടുന്നു. ഇത് പിതാവിന് പരമസന്തോഷം. ഇവിടെ പുത്രൻ ആരാധനയ്ക്ക് അർഹനും യോഗ്യനുമാകുന്നു. നമുക്ക് സൃഷ്ടിക്കാമെന്നതുപോലെ നമുക്ക് രക്ഷിക്കാമെന്ന കർമ്മത്തെയും നമുക്ക് കാണാൻ കഴിയുമോ യേശുവിലൂടെ? ആ സമൂഹത്തിൽ യേശു നവസൃഷ്ടികൾ നടത്തി. സൂക്ഷിച്ചു നോക്കുന്നവർക്ക് പിതാവായ ദൈവത്തെ യേശുവിലൂടെ കാണാൻ കഴിയും. വ്യവസ്ഥിതിയിൽ കലാപത്തിന് യേശു കാലെടുത്തു വയ്ക്കാത്തതിലുള്ള അമർഷം തൻ്റെ ശിഷ്യൻ യൂദാസിനെ എവിടെ വരെ എത്തിച്ചു എന്ന് നമുക്കറിയാം. എത്രയോ അവസരങ്ങൾ നസ്രയത്തിലെ യേശുവിന് കിട്ടി. കൈ ചൂണ്ടി പ്രകടനം നടത്തേണ്ട സമയത്ത് അവിടുന്ന് കുനിഞ്ഞിരുന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന
പാപിനിയുടെ പാപം മണ്ണിൽ കോറിയിടുകയായിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോകുന്നതുവരെ തലകുനിച്ചിരുന്നു. ഈ സംയമനവും മഹത്വവും ലോകം എവിടെയാണ് അതിനു മുമ്പൊക്കെ ദർശിച്ചത്? ഇതൊരു വലിയ ചോദ്യമായി ഇന്നും തുടരുന്നു. ലോകം പ്രകടിപ്പിച്ച ചിന്തയ്ക്കും വികാരത്തിനും അതീതനായി അവയൊക്കെ വെച്ചു നീട്ടിയ സുഖസൗകര്യങ്ങൾ നിസ്സാരമാക്കി യേശു ഭൂമിയിൽ തുടർന്ന അത്യുന്നത ഭാവം ഓറിഗൻ പോലും വിശദീകരിക്കുമ്പോൾ ഒതുങ്ങിമാറുന്നു. മനുഷ്യനിലെ ഗുണവും മനുഷ്യബന്ധങ്ങളുടെ അർത്ഥവും. എൻ്റെ അമ്മയും സഹോദരങ്ങളും പിതാവിൻ്റെ ഹിതമനുഷ്ഠിക്കുന്നവർ ഇപ്രകാരം വിശിഷ്ട വിശദീകരണം പ്രകടിപ്പിക്കുമ്പോൾ പിതാവിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന പുത്രനെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഭൂമിയിൽ മനുഷ്യപുത്രൻ്റെ മനസാക്ഷിയും മനസ്സും ദരിദ്രനായിരിക്കുന്നതിൽ ദുഃഖമില്ലാതിരുന്നു എന്നതാണ്. മനുഷ്യൻ്റെ പ്രവൃത്തിയിലെ നന്മയിൽ പിതാവായ ദൈവത്തിന് ലഭ്യമാകുന്ന സന്തോഷം പ്രിയപുത്രൻ്റെ സായുജ്യമാവുകയാണ്. സമൂഹത്തിൽ നിന്ന് അംഗീകാരം, പ്രതിഫലം ഇവയാണ് മനുഷ്യരും നേതൃത്വവും എക്കാലവും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഒരു ദീനാറോ ഒരു കൂറുപ്രാവിനെയോ പോലും പ്രതിഫലം വാങ്ങാതെ രോഗസൗഖ്യവും പാപക്ഷമയും സൗജന്യമായി അവിടെ നിന്ന് നൽകി. എന്നിട്ടോ ഇതൊന്നും തൻ്റെ സ്വന്തമല്ലെന്നും തൻ്റെ പിതാവിൽ നിന്നുള്ളതാണെന്നും യേശു തുറന്നു സമ്മതിക്കുന്നു. ഇപ്രകാരം അനുനിമിഷ വിശ്വസ്തത, വിധേയത്വം യേശു കാത്തുസൂക്ഷിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇതുപോലുള്ള ശിഷ്യസംഘം ഭൂമിയുടെ ചരിത്രത്തിൽ ഒരു മതസ്ഥാപകനും ഉണ്ടായിട്ടില്ല. കാലം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനാണ് ഇക്കാര്യത്തിൽ നസ്രത്തിലെ യേശു. അവൻ പൂർണ്ണതയുള്ള മനുഷ്യൻ. നീറോയുടെ കൊളോസിയത്തിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയുമായിരുന്നിട്ടും തിരികെ വന്ന് ബഹുമാന പുരസ്സരം തലകീഴായി കുരിശു ചോദിച്ചു വാങ്ങിയ കോവാദീസ് ഇഫക്റ്റ് പത്രോസിനുണ്ടായിരുന്നുവല്ലോ. ഒറ്റിക്കൊടുത്തവൻ മനംതൊന്നു മരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മഹാസംഭവങ്ങൾ? നസ്രയത്തിന് യേശുവിന് ശിഷ്യരെ സംബന്ധിച്ച് നയമുണ്ടായിരുന്നു. പങ്കിട്ടനുഭവിക്കുന്ന രീതിയോട് യോജിക്കുന്നവരെയാണ് ശിഷ്യരാക്കിയത്. ഗുരു പഠിപ്പിച്ച പാഠങ്ങളോടുള്ള വിശ്വസ്തതയായിരുന്നു എല്ലാം. 3 വർഷത്തിൽ 1/3 ദിവസം പോലും യേശു അവരെ പരിശീലിപ്പിച്ചിരുന്നില്ലല്ലോ. എന്താണ് സത്യമെന്ന് പീലാത്തോസ് പോലും അവനോട് ചോദിച്ചു. അന്ധവിശ്വാസത്തിൽ നിന്നും കാരണമില്ലാത്ത മരണഭയത്തിൽ നിന്നുള്ള മോചനം, അതാണ് യേശു വിഭാവനം ചെയ്ത പഠിപ്പിച്ച സത്യം. സത്യം സ്വതന്ത്രനാക്കിയ മനുഷ്യൻ എന്നും നസ്രയത്തിലെ യേശുവിന് വേണ്ടി മരിക്കും. ശിഷ്യരെപ്പോലെ പാറയിലെ ഉറപ്പും മൂലക്കല്ലിൻ്റെ മൂല്യവും വീഞ്ഞിൻ്റെ ലഹരിയും വാതിലിൻ്റെ അർത്ഥവും വചനത്തിൻ്റെ ശക്തിയും അവിടുന്ന് അരുളിയ വിശേഷണങ്ങൾ അനുപമങ്ങളായിരുന്നു. ഇത്രയും ഉജ്ജ്വലമായിരുന്നിട്ടും എന്തിനാണ് നസ്രയത്തിലെ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? യേശു കാട്ടിത്തരുന്ന അത്ഭുത പ്രവർത്തികൾ ദൈവത്തിൻ്റെ വിവേചനാധികാരത്തിൽപ്പെട്ടവയാണ്. പ്രകൃതി, ജീവജാലങ്ങൾ, മനുഷ്യനെ ഇവയോട് ചേർന്ന് ദൈവം ശക്തി പ്രകടിപ്പിക്കുന്നത് തെളിയിക്കുകയാണ്. സുവിശേഷങ്ങളിൽ മാത്രം യേശു വ്യക്തികളെ സുഖപ്പെടുത്തിയ 22 സംഭവങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട 8 സംഭവങ്ങൾ, മരിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന 3 സംഭവങ്ങൾ നാം വായിക്കുന്നു. വ്യക്തികൾക്ക് രോഗസൗഖ്യം നൽകുമ്പോൾ മനുഷ്യ ശരീരം തനിക്ക് പരിചിതമെന്നതാണ് സത്യം. കാറ്റും കടലും വൃക്ഷലതാദികൾ ഇവയൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടവയാണ്. സൃഷ്ടിയുടെ 3-ാം നാളിൽ വൃക്ഷലതാദികൾ ഭൂമിയുടെ ഭാഗമായി. പ്രകൃതിയിലെ ദൈവസ്വാധീനം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. പാലസ്തീനിലെ കാർഷിക വിളകളിൽ ആദ്യം പാകമാകുന്നതാണ് ബാർലി. ഇതിൽ നിന്ന് ചുട്ടെടുത്ത് അപ്പം വർദ്ധിപ്പിച്ച് അവിടെ നിന്ന് അനേകരെ തൃപ്തരാക്കി. ഇത് പ്രകൃതിയിലെ സസ്യഘടക സ്വാധീനമാണ്. മത്സ്യം വർദ്ധിപ്പിക്കുക വഴി ജീവജാലങ്ങളിലെ ദൈവസ്വാധീനം വെളിവാക്കി. 2 നിസ്സാര വസ്തുക്കൾ കൊണ്ട് അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച യേശു അത്ഭുത പ്രവർത്തികൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നു. കാരണം പിതാവും താനും ചേർന്നതാണ് ഈ അത്ഭുത പ്രവർത്തനം. യഹൂദന്റെ മുന്നിൽ വ്യക്തിപരമായി സംഘമരമായി പിതാവായ ദൈവമയച്ച യേശു തൃപ്തിയുടെ ഉത്സവമാണെന്ന് കാട്ടിക്കൊടുക്കുകയാണ്. ഇതുകൊണ്ട് അവിടുന്ന് ജനഹൃദയങ്ങൾക്ക് സ്വീകാര്യനായി തന്നെ ക്രോസ് വിസ്താരം ചെയ്യുന്ന യഹൂദന് അത്ഭുത പ്രവർത്തികൾ വഴിയായി തൻ്റെ ദിവ്യത്വം വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ഉമ്മിനീര് ചേർത്ത് കുഴച്ച മണ്ണ് ലേപനം ചെയ്യുമ്പോൾ
പ്രകാശരശ്മികൾ കടന്നു വരുമ്പോൾ മണ്ണിൽ നിന്നെടുക്കുകയും മണ്ണിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾ തനിക്ക് പരിചിതമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. താൻ തൊടുകയും തൻ്റെ ശക്തി വ്യാപരിക്കുകയും ചെയ്താലേ യഹൂദനെ രക്ഷയുള്ളൂ എന്നും, ആദ്യം പാപക്ഷമ, പിന്നെ രോഗസൗഖ്യം, പിന്നെയാണ് സാക്ഷ്യത്തിനായിട്ട് പോകുന്നതും, യഹൂദന ദൈവം എന്തൊക്കെ അനുവദിച്ചുവോ അതെല്ലാം നസ്രത്തിലെ യേശു പൊളിച്ചെഴുതി. പ്രതിഫലം ആഗ്രഹിക്കാത്ത സ്നേഹം നിർബന്ധിക്കുന്ന സഹാനുഭൂതിയാണിവിടെ ദൃശ്യമാകുന്നത്. ജായിറസിൻ്റെ 12 വയസ്സുള്ള മകളെ മരണത്തിൽ നിന്ന് മടക്കി വിളിക്കാൻ പോകുമ്പോൾ 12 വർഷമായി രോഗിയായിരുന്നവൾ തൻ്റെ വസ്ത്രത്തിൽ തൊട്ട് രോഗസൗഖ്യം നേടുന്നു. തന്നിൽ നിന്നും പ്രവഹിച്ച സൗഖ്യോർജം അവിടുന്ന് തിരിച്ചറിയുന്നു. ഏതു പ്രവൃത്തിയിലും വ്യാപരിക്കുമ്പോൾ എല്ലാം തൻ്റെ അറിവിലും നിയന്ത്രണത്തിലുമാണ്. നയീനിലെ വിധവയുടെ മകനിൽ അവിടുന്ന് പ്രത്യേകത കാണുന്നു. അവൾക്കാരുമില്ല, ആരുമില്ലാത്തവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നസ്രയത്തിലെ യേശുവിലൂടെയാണ്. ഇതാ ദേവാലയത്തിലും വലിയവനായി അവൻ നിൽക്കുന്നു. ലാസറിൻ്റെ ശരീരത്തിലെ മരണശേഷമുള്ള കെട്ടുകൾ യഹൂദ മതനിയമത്തിൻ്റെ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച കെട്ടുകൾ അഴിക്കുമ്പോൾ താൻ മരണത്തിൻ്റെ കെട്ടുകളഴിച്ച് ഉറുമാല് ചുരുട്ടിവെച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നതാണ് അവിടുന്ന് ജനസമക്ഷം കാട്ടിക്കൊടുക്കുന്നത്. എന്നാൽ തൻ്റെ പരസ്യവ്യാപാരത്തിൽ ഏതു രംഗത്തും അവിടുന്ന് വ്യക്തിത്വം നിലനിർത്തി തനിക്കെതിരെ രൂപം കൊണ്ടിരിക്കുന്ന സാത്താന്യ ശക്തിയെ അതിജീവിച്ച് അനുനിമിഷം മുന്നേറുമ്പോൾ ദൈവസ്വഭാവവും പാപരഹിത മനുഷ്യ സ്വഭാവവും സംയോജിപ്പിച്ച് അജയ്യനായി തന്നെ നിലകൊണ്ടു. ഈ നിലയിൽ നിന്നുകൊണ്ട് അവിടുന്ന് ലോകത്തിന് സ്വയം പരിചയപ്പെടുത്തി, അവൻ ഞാനാകുന്നു. മോശ പേരു ചോദിച്ചു, അവനാകുന്നവൻ ഞാനാകുന്നു. പീലാത്തോസിനോട് നടപടിക്രമങ്ങളുടെ ഭാഗമായി അവിടുന്ന് ഓർമ്മപ്പെടുത്തി, ഉയരത്തിൽ നിന്ന് ലഭ്യമല്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ലായിരുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. മൗനത്തിൽ യേശുവിൻ്റെ കണ്ണുകൾ പീലാത്തോസിനോട് ചോദിക്കുന്നു, എവിടെയാണെൻ്റെ ഭാരമേറിയ കുരിശ്? എവിടെയും യേശു സജീവത്വം നിലനിർത്തുകയാണ്, ആത്മീയ സജീവത്വം. മനുഷ്യാവതാരം കൊണ്ട് ദൈവം ലക്ഷ്യമാക്കിയത് മനുഷ്യൻ ജീവിതത്തിലൂടെ പഠിക്കണമെന്നതാണ്, നന്മ തിന്മകളെ തിരിച്ചറിയണമെന്നതാണ്, നന്മ തലമുറകളിലേക്ക് പകരുക. ഇതായിരുന്നു യേശുവിൻ്റെ രീതി. ഇപ്രകാരം മനുഷ്യജീവിതത്തിൻ്റെ പൊരുൾ ദൈവമയച്ച യേശുവിലൂടെ ഇഴവിടർത്തുന്ന പ്രക്രിയ. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രൈസ്തവ ജീവിതം. അതിനാൽ ജാഗരണത്തോടെ ഉണർന്നിരിപ്പാൻ നമുക്ക് കഴിയണം. ഉണർന്നിരിപ്പാൻ കഴിയാതിരുന്നത് ഗത്സമനയുടെ സങ്കടമായിരുന്നുവല്ലോ. വേദത്തിലെ അവസാനത്തെ പ്രവാചക വചനം മാനസാന്തരമാണ്. മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആത്മീയ ഉണർവിലേക്കാണ്. ഉണർവിൽ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ ഒരു ഉത്തമ പ്രാർത്ഥനയും കൂടി അവിടുന്ന് അവർക്ക് ചൊല്ലിക്കൊടുത്തു. മറ്റുള്ള ഏതു പ്രാർത്ഥനയുടെയും മുന്നിൽ നിൽക്കുന്ന ആത്മീയ സജീവത്വം കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് കരുതി വെച്ചു. എന്തിനും പൊള്ളയായ വാക്കുകൾ ചേർത്ത് സ്വയത്തിൻ്റെ സുഖം തേടുന്ന പ്രാർത്ഥനയ്ക്ക് പകരം ആത്മാർത്ഥതയുടെ പ്രാർത്ഥന, അതിൻ്റെ രീതി തന്നെ ശ്രദ്ധിക്കുക. ആദ്യം ദൈവനാമം, പിന്നെ ദൈവരാജ്യം, ദൈവമനസ്സ്, നമ്മുടെ ആവശ്യം, മനുഷ്യൻ്റെ പരസ്പര ബന്ധം, മനുഷ്യൻ്റെ സംരക്ഷണം. ഒരു മതവും ഇത്രയും പുതുമയും ആധുനിക സമീപനവും കലർന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്നില്ല. സ്വർഗത്തിൽ അധിവസിക്കുന്ന ദൈവത്തോട് ഏതു പ്രതിസന്ധിയിലും മനുഷ്യന് വിളിക്കാവുന്ന വിളിയാണിതിലാദ്യം. ഇത് മനസാക്ഷിയുടെ വിശുദ്ധിയിൽ നിന്നാകണമെന്ന് നാസിയായിലെ ഗ്രിഗറി പറയുന്നു. ശത്രുവിൽ വിശുദ്ധി തേടുന്ന മനസ്സിനെ ആ പുണ്യനാമം പരിശുദ്ധമാകണം എന്ന് പ്രാർത്ഥിക്കാനാകൂ എന്നതാണ് തെർത്തുല്യൻ്റെ വ്യാഖ്യാനം. ദൈവരാജ്യം മനുഷ്യൻ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവതാൽപര്യം കേന്ദ്രീകൃതമാകുന്നൊരു ലോകമുരുത്തിരിയുന്നു. ദൈവത്തിൻ്റെ തിരുവിഷ്ടം നടപ്പിലാകുമ്പോൾ മനുഷ്യൻ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. ദൈവത്തിനായി മനുഷ്യനെ ചിട്ടപ്പെടുത്തിയെടുക്കുമ്പോൾ മനുഷ്യൻ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നാണ് യേശു വിവക്ഷിച്ചത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ കാര്യങ്ങൾ സാധ്യതമാകുമോ? ഓറിഗൻ വിശദീകരിക്കുന്നു, മനുഷ്യന് ഭൂമിയിൽ ആത്യന്തികമായ നിലനിൽപ്പില്ല. എല്ലാറ്റിലേക്കും സ്വർഗം വളരാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല.
ഇന്നേക്ക് ആഹാരം ആഗ്രഹിക്കുമ്പോൾ എന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലെ ശക്തി സ്രോതസ്സിൽ നിന്ന് ഊർജം പ്രവഹിക്കുവാൻ അപേക്ഷിക്കുകയാണ്. മറ്റുള്ളവരോട് നാം ക്ഷമിക്കുന്ന അളവും തൂക്കവും അതേ അളവിൽ നമുക്ക് അവകാശപ്പെട്ടതാണ്. നാം ക്ഷമിക്കാത്തവ നമുക്ക് കടമായി പെരുകും. പാപബോധത്തെ ഉദിപ്പിക്കുന്ന വാക്കുകൾ: ക്ഷമിക്കുക എന്നാൽ രമ്യതയിലാവുക, നിരപ്പാവുക. ഇവിടെ ഉയരുന്ന ലോകം പ്രതികാര ചിന്തയില്ലാത്ത ലോകമാണ്. ദുഷ്ടനിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷയാഗ്രഹിക്കുമ്പോൾ സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം വിശദീകരിക്കുന്നു: ഈ ഭൂമി പ്രലോഭനങ്ങളുടെ ലോകമാണ്. അതിനാൽ മനുഷ്യജീവിതം അപകടകരമാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിനായി ഒരുങ്ങുന്നതാണ് ഭൂമിയിലെ ഹ്രസ്വജീവിതം. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് യേശു പറയുന്നു. അതുകൊണ്ട് ഇവിടെ നിത്യ നന്മ പരിചയിക്കാൻ പ്രാപ്തരാകുക, നിത്യജീവിതത്തിനായി ഒരുങ്ങുക. അവസാനത്തെ വാചകം ബഹുമാന പുരസ്സരം സഭകൾ നൽകിയ ഒരു ഡോക്സോളജിയാണ്. എന്നാൽ സമയമെടുത്തപ്പോൾ തൻ്റെ ശിഷ്യരെ വിട്ട് കഴുതക്കുട്ടിയെ വരുത്തി ജനപിന്തുണ കാട്ടി പ്രകടനം നടത്തി. അടുത്ത പ്രഭാതത്തിൽ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം നടത്തി. യഹൂദൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നതിൽ അതിരുകടന്ന് തൻ്റെ കുരിശേറ്റുവാങ്ങി മരണം സ്വീകരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒലിവുമലയുടെ മേഘപാളികളിൽ മറയുന്നു. ഇതേ മേഘസാന്നിധ്യത്തിൽ പിന്നീട് ദമാസ്കുസിൻ്റെ തെരുവീതിയിൽ ശൗലിനെ കണ്ടുമുട്ടുന്നു. അവന് പരിചയപ്പെടുത്തി: ഞാൻ നീ ഉപദ്രവിക്കുന്ന നസ്രയത്തിലെ യേശുവാകുന്നു. പിന്നീട് കാലവും കഥയും മാറി. ഇപ്പോഴും നമുക്കവനെ പരിചയപ്പെടാം. അവൻ തീർച്ചയായും പറയും: നീ ഉപദ്രവിക്കുന്ന നസ്രയത്തിലെ യേശു ഞാനാകുന്നു. നസ്രയത്തിലെ യേശു ഈ പഠനം ഇവിടെ സമാപിക്കുന്നു. ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള ഭാഗങ്ങൾ നാം ശ്രദ്ധയോടെ പഠിച്ചതാണ്. സുവിശേഷങ്ങൾ 1-ാം ഭാഗത്തിൽ വിശദമായി സുവിശേഷങ്ങളുടെ ആരംഭവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോസഫിൻ്റെയും മേരിയുടെയും തിരുകുടുംബത്തിൻ്റെ കഥ 3 ഭാഗങ്ങളിലായി സുവിശേഷങ്ങളുടെ പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. മൊത്തം 6 മണിക്കൂർ നേരം കൊണ്ട് സുവിശേഷങ്ങളുടെ സമ്പൂർണമായ ഒരു പഠനം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 20-ൽ പരം മണിക്കൂറുകൾ ദീപം ബൈബിൾ പഠനത്തെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് നന്ദി. അടുത്ത പഠനം സുഭാഷിതങ്ങൾ, ഇയ്യോബ്, എസ്തേർ, റോമാലേഖനം ഇവയാണ്. ഈ പഠനം ഇവിടെ സമാപിക്കുന്നു. നിങ്ങളുടെ CDകൾക്ക് വിളിക്കുക 610-803-1800.